1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ വശങ്ങളുള്ള, അതായത് സൈഡ്സ് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സമചതുരങ്ങൾ, അതായത് സ്ക്വയറുകളുടെ പെരിമീറ്ററുകളുടെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ കുറേ കൂടെ വലിയ ഇങ്ങനെ അല്ലേ. സോ ഇവിടെ പെരിമീറ്റർ അഥവാ ചുറ്റളവുകളുടെ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? സമചതുരത്തിൻ്റെ ചുറ്റളവ് 4 ഇൻറ്റു സൈഡാണ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 1, അപ്പോൾ 4, ഇവിടെ 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 3 12. ഇതാണ് നമ്മുടെ സീരീസ്. ഈ ക്വസ്റ്റ്യൻ ബിയിൽ ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്, പൊതുവ്യത്യാസം എത്രയാണ്. പൊതുവ്യത്യാസം കാണാൻ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം അല്ലേ, രണ്ടാമത്തെ ടൈമിൽ നിന്ന് തൊട്ട് മുമ്പിലെ ടൈം കുറയ്ക്കണം. അപ്പോൾ 8 മൈനസ് 4 4 ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. നമുക്ക് തുടർച്ചയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ എഴുതിപ്പാം. ഈ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാം, അതായത് ഓൾജിബ്രായിക് ഫോം. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോം എന്ന് വെച്ചാൽ അതിൻ്റെ ജനറൽ ഫോമാണ് അല്ലേ. അതിൻ്റെ എഴുതാനൊരു ഇക്വേഷൻ ഉണ്ട്, xn = dn + f - d എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്, ബീജഗണിത രൂപം എഴുതുക എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നിൻ്റെ വില ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം എഴുതാൻ dn, അതായത് d 4, അപ്പം 4n + f - d, f 4 മൈനസ് d 4 തന്നെ. അപ്പോൾ 4n പ്ലസ് ഇത് 0 ആകും അല്ലേ. അപ്പോൾ 4n ആണ് ഇതിൻ്റെ ബീജഗണിത രൂപം. അപ്പോൾ നമുക്ക് ഈ ബീജഗണിത രൂപം ഉപയോഗിച്ച് മറ്റു കുറേ കാര്യങ്ങൾ കൂടെ എഴുതാൻ പറ്റണ്ട. അപ്പോൾ ഇതിൻ്റെ 10ാമത്തെ ടൈം എങ്ങനെ എഴുതാം? ബീജഗണിത രൂപത്തിൽ എന്നിന് പകരം 10 ഇട്ട് കൊടുത്താൽ മതി, 10ാമത്തെ ടൈം കിട്ടും. ഇപ്പോൾ 4 ഇൻറ്റു 10, 4 ഇൻറ്റു 10 എത്രയാണ്? 40 ആയിരിക്കും ഇതിന് 10ാമത്തെ ടൈം. അല്ലെങ്കിൽ ഇതിൻ്റെ 100ാമത്തെ ടൈം x 100. അപ്പോൾ 4 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുത്താൽ അല്ലേ, 400 ആയിരിക്കും ഇതിൻ്റെ 100ാമത്തെ ടൈം. ഇനി ഇതിന്